എല്ലാവർക്കും ഹാപ്പി വിഷു. ഒരു സന്തോഷത്തിന്റെ, ഒരു സമ്പൽ സമൃദ്ധിയുടെ ഒരു പുതിയ വിഷു കൂടി കടന്നു വരുവാണ്. അപ്പൊ എല്ലാവരും അടിച്ചു പൊളിച്ച് ലൈഫൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് മുന്നോട്ട് അടുത്ത വർഷവും ഇതുപോലെ നമുക്ക് എത്താൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വിഷു സ്പെഷ്യൽ പ്രഡിക്ഷൻ ലിസ്റ്റ് തുടങ്ങുവാണ്. എന്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് അല്ല, നിങ്ങളുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് ആണ്. പ്രഡിക്ഷൻ ലിസ്റ്റ് എവിടെ എന്ന് എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഓൺ ദ വേ ആണ്. പക്ഷേ നിങ്ങളുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് ആണ് എനിക്ക് അറിയേണ്ടത്. നിങ്ങൾക്ക് ആരൊക്കെ വരണം എന്നാണ് ആഗ്രഹം? കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, പോയി കമന്റ് ചെയ്യൂ. അപ്പൊ അതിനകത്ത് ആരൊക്കെയാണ്, ആരുടെയൊക്കെ പേരാണ് കൂടുതൽ ആൾക്കാർ പറയുന്നത്, അല്ലെങ്കിൽ കോമൺ ആയിട്ട് ആരുടെയൊക്കെ പേരുകളാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് ആണ്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കണ്ടസ്റ്റന്റ്, ഇവരൊക്കെ ബിഗ് ബോസിൽ വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ കമന്റ് ചെയ്ത കണ്ടസ്റ്റൻസിന്റെ പേരുകളാണ്. അപ്പോൾ വൈകിപ്പിക്കേണ്ട, നമുക്ക് തുടങ്ങാം. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പോൾ പ്രഡിക്ഷൻ ലിസ്റ്റ് ആണെന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ കമന്റ് ചെയ്ത ആൾക്കാരുടെ പേരുകളാണ്. ഞാൻ ആദ്യം പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കമന്റ് ചെയ്തുകൊണ്ടിരുന്ന പേരുകളാണ് കേട്ടോ. അങ്ങോട്ട് അവസാനം വരുമ്പോൾ കമന്റുകൾ കുറച്ചേ വരുന്നുള്ളൂ ആ പേരുകളിൽ, അങ്ങനെയാണ്. അപ്പൊ കുറച്ച് കൂടുതൽ ആൾക്കാർ കമന്റ് ചെയ്ത പേരുകളാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഇത് പ്രഡിക്ഷൻ ലിസ്റ്റ് മാത്രമാണ്. സാധ്യത ഇവർ വന്നേക്കാം, അവരെ വിളിച്ചേക്കാം, അവരുടെ ഈ വർഷത്തെ ഒരു ഗ്രാഫ് അനുസരിച്ച് അവർക്ക് കോള് പോയേക്കാം എന്നൊക്കെയുള്ള പ്രേക്ഷകരുടെ പ്രഡിക്ഷൻ ആണ്. എന്റെയും പ്രഡിക്ഷൻ ഉണ്ട്. എന്റെ പ്രഡിക്ഷനകത്തും പ്രേക്ഷകരുടെ പ്രഡിക്ഷനകത്തും കോമൺ ആയിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും പ്രേക്ഷകരുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പേര് ഞാൻ പറയുന്നത് ആക്ടറും ആങ്കറും മോഡലുമായിട്ടുള്ള ഒരാളുടെ പേരാണ് രോഹൻ ലോണ. ഇതാണ് ആള്, രോഹൻ ലോണ. നിങ്ങൾക്ക് അറിയായിരിക്കും, ഏറ്റവും കൂടുതൽ പേര് കമന്റ് ചെയ്തിരുന്നതാണ് കേട്ടോ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ. ഈ രോഹൻ ലോണ മിസ്റ്റർ ഇന്ത്യ ഫാഷൻ ഐക്കൺ കോമ്പറ്റീഷന്റെ ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു. പിന്നെ സൂര്യ ടി വിയില്, കൈരളി ടി വിയില്, വെറൈറ്റി മീഡിയയിലൊക്കെ തന്നെ ആങ്കറാണ് ഈ പുള്ളി. സോ ഒരു ചാൻസസ് നിങ്ങൾ പ്രേക്ഷകർ പറയുന്ന പോലെ തന്നെ ബിഗ് ബോസിലേക്ക് വരാനുള്ള, അല്ലെങ്കിൽ ബിഗ് ബോസ് വിളിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വെരി ഗുഡ് ഓപ്ഷൻ. നിങ്ങൾ കമന്റ് ചെയ്തതാണ്, അപ്പൊ അതിൽ നിന്നുമാണ് ഞാൻ എടുത്ത് പറയുന്നത്. വളരെ നല്ലൊരു പ്രഡിക്ഷൻ ലിസ്റ്റിലെ ഒരു പേരാണ് കുറെ പേര് കമന്റ് ചെയ്ത ഈ രോഹൻ ലോണയുടേത്. അടുത്ത രണ്ടാമത്തെ പേര് ഞാൻ പറയുന്നത് LGBTQIA+ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരാളുടെ പേരാണ്. മറ്റാരുമല്ല, ജാസി. ഇതാണ് ആള്, നിങ്ങൾക്ക് അറിയായിരിക്കും. ജാസിയാണ്. ട്രാൻസ്വുമൺ ആണ്, പിന്നെ മോഡലാണ്. നമുക്കറിയാം ദുബായിലായിരുന്നു ഈ പറയുന്ന ജാസി. അവിടെ തന്നെ അറേബ്യൻ സ്മെൽ എന്ന് പറയുന്ന ഒരു പെർഫ്യൂമിന്റെ ഒരു വലിയൊരു ഷോപ്പൊക്കെ തന്നെ സ്വന്തമായിട്ടുണ്ട്. മോഡലിംഗ് ഒക്കെ ഒത്തിരിയൊക്കെ ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന പോലെ ബിഗ് ബോസിലേക്ക് പോകണം എന്ന് പേഴ്സണലി ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഈ പറയുന്ന ജാസി. സോ നിങ്ങളുടെ ഈ പ്രഡിക്ഷൻ ലിസ്റ്റിലെ പേരും വളരെയധികം സാധ്യതയുള്ളതാണ് ബിഗ് ബോസ് വിളിക്കാനായിട്ട്. അടുത്ത മൂന്നാമത്തെ പേര് കുറേ നാളുകളായിട്ട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേരാണ്. കഴിഞ്ഞ സീസണിലും അതിന് മുന്നത്തെ സീസണിലൊക്കെ പ്രഡിക്ഷനിൽ ഇങ്ങനെ നിങ്ങൾ തന്നെ കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആക്ടറാണ്, പേര് ജിഷിൻ മോഹൻ. ഇതാണ് ആള്, ജിഷിൻ മോഹൻ. നിങ്ങൾക്ക് അറിയാമായിരിക്കും. ജിഷിൻ മോഹനെ പറ്റി പറയാനാണെങ്കിൽ സീരിയലുകളിലെല്ലാം തന്നെ തിളങ്ങി നിൽക്കുന്നുണ്ട്. നമ്മുടെ അമല സീരിയൽ മുതൽ പൂക്കാലം വരവായി, ജീവിത നൗക, മണിമുത്ത്, ഇപ്പൊ സൂര്യ ടി വിയിലെ കന്യാദാനം, ഒത്തിരി സീരിയൽസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജിഷിന്റെ ഒക്കെ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റി ബിഗ് ബോസിലൂടെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ഓഡിയൻസ് ഉണ്ട്. സോ ജിഷിനും ഈ പറയുന്ന പോലെ ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ട് മുന്നേക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണയും വിളിക്കാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുമുണ്ട്. ഓക്കെ, അപ്പൊ അതും നിങ്ങളുടെ ആ ഒരു പ്രഡിക്ഷൻ വളരെ കറക്റ്റ് ആണ്. അടുത്ത നാലാമത്തെ പേര് ഞാൻ പറയുന്നത് ഒരു കോണ്ടന്റ് ക്രിയേറ്ററിന്റെ പേരാണ്, പ്രണവ് കൊച്ചു. ഇതാണ് ആള്, നിങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. പുള്ളി ആരാണ്? ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, ഡാൻസർ ആണ്, ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ആണ്. കുറച്ച് നാൾക്ക് മുന്നേ തന്നെ കുറച്ച് കോൺട്രവേഴ്സീസിലും കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബിഗ് ബോസ് വിളിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റിയത് ഈ പറയുന്ന പോലെ പ്രണവ് കൊച്ചുവിന് ഒരു സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് കേട്ടോ. നിങ്ങൾ വളരെ സൂപ്പർ ആയിട്ടാണ് കമന്റ് ബോക്സ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മൾ, അല്ലെങ്കിൽ ഞാനൊരു പ്രഡിക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഏതാണ്ട് ഒരു അടുത്ത് വരുന്ന, അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചതായിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങളവിടെ കമന്റ് ബോക്സിൽ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആ കമന്റ്സ് ഒക്കെ നോക്കിയപ്പോഴത്തേക്കും. അടുത്ത അഞ്ചാമത്തെ പേര് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഒരു യൂട്യൂബറിന്റെ പേരാണ്, തൊപ്പി. അറിയാമായിരിക്കുമല്ലോ. ഇതാണ് ആള്, തൊപ്പി. നിഹാദ് എന്നാണ് പേര്, മുഹമ്മദ് നിഹാദ് എന്നാണ് പേര്. യൂട്യൂബർ ആണ്, ഗെയിം സ്ട്രീമർ ആണ്. അതോടൊപ്പം തന്നെ സട്ടൈറക്കൽ വീഡിയോസ് എല്ലാം ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ കുറച്ചൊന്ന് അണഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും മുന്നേ ഒത്തിരി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന തൊപ്പി. സട്ടൈറക്കൽ വീഡിയോസ് മീൻസ് ആക്ഷേപഹാസ്യം എന്നാണെന്ന് തോന്നുന്നു അതിന്റെ മലയാളം. എനിക്ക് കറക്റ്റ്
അറിയത്തില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം ഈ പറയുന്ന തൊപ്പിക്കും ഒരു സാധ്യത കാണുന്നുണ്ട്. കഴിഞ്ഞ വർഷം ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത്തവണയും ബിഗ് ബോസ് വിളിക്കാനായിട്ടുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അടുത്ത ആറാമത്തെ പേര് ഒരു ആക്ട്രസ് ആണ്. ഇപ്പം നിലവിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ് എന്നൊക്കെ നമുക്ക് പറയാം. പേര് രേണു സുധി. ഇതാണ് ആള്. നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും തരേണ്ട ആവശ്യം ഉണ്ടായിരിക്കത്തില്ല. നമ്മുടെ കൊല്ലം സുധിച്ചേട്ടൻ്റെ വൈഫായിട്ടുള്ള രേണു സുധി. കൊല്ലം സുധി മരിച്ചതിന് ശേഷം ഒത്തിരി പ്രതിസന്ധികൾ നേരിടുകയും ഇപ്പം എന്താ പറയുക ആക്ടിങ് മേഖലകളിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അതിനേക്കാൾ ഉപരി പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ആർട്ടിസ്റ്റാണ് ഈ പറയുന്ന രേണു സുധി. സോ വളരെ നല്ലൊരു ഓപ്ഷനാണ്. ബിഗ് ബോസ് വിളിക്കാൻ സാധ്യതയുണ്ട്, കോൺട്രവേഴ്സികൾ ഉണ്ട്. ബിഗ് ബോസ് വിളിക്കാൻ സാധ്യത ഞാൻ വളരെയധികം കാണുന്നുണ്ട്. നിങ്ങളുടെ ഈ പ്രഡിക്ഷനും സൂപ്പർ ആവട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. അടുത്ത് ഏഴാമത്തെ പേര് ഒരു ആക്ട്രസും ഡാൻസറും ആയിട്ടുള്ള ഒരാളാണ്, ഷാലു മേനോൻ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇതാണ് ആള്, ഷാലു മേനോൻ. ഷാലു മേനോനെയും ബിഗ് ബോസ് മുന്നത്തെ സീസണുകളിലൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ഞാൻ ഉറപ്പ് പറയുന്നില്ല. ഈ പറയുന്ന പോലെ സിനിമകളിലും സീരിയലുകളിലും ഒക്കെ തന്നെ ഒത്തിരി വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് ഈ പറയുന്ന ഷാലു മേനോൻ. സോളാർ പാനൽ കേസ് 2013 സോളാർ പാനൽ കേസിന്റെ ഒക്കെ ഒരു ഭാഗം ആയിട്ടൊക്കെ ജയിലിലൊക്കെ കിടന്നിട്ടുള്ളതായിട്ടാണ് എനിക്ക് റിസർച്ച് ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ പുള്ളിക്കാരിയും ഈ പറഞ്ഞതുപോലെ ബിഗ് ബോസിലേക്ക് വിളിക്കാനായിട്ടുള്ള ഭയങ്കര കാലിബർ ഉള്ള ഒരു ഡാൻസറാണ് കേട്ടോ ഷാലു മേനോൻ. സോ വിളിക്കാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്, നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. അടുത്ത് ഞാൻ പറയുന്ന എട്ടാമത്തെ പേര് ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്തിരുന്നു പേര് ഗ്രീൻ ഹൗസ് ക്ലീനിങ് രോഹിത്. ഇതാണ് ആള്, ഗ്രീൻ ഹൗസ് ക്ലീനിങ്ങിലെ രോഹിത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും. കാരണം ഈ പറയുന്ന പോലെ പച്ച വീട്ടിൽ പ്രശ്നേഷൻ എന്നാണ് പുള്ളിക്കാരനെ നോർമലി ആൾക്കാർ ഇങ്ങനെ വിളിക്കുന്നത്. പുള്ളിക്കാരൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് സർവീസാണ്. ക്ലീനിങ് സർവീസ് മീൻസ് വീടിൻ്റെ ഇൻഡോർ, ഔട്ട്ഡോർ, ഫ്രിഡ്ജ്, വാട്ടർ ടാങ്ക് ഇതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ ക്ലീൻ ചെയ്തുകൊണ്ട് അവരുടെ സർവീസ് ഈ പറയുന്ന പോലെ ഒത്തിരി കാര്യങ്ങൾ ഭയങ്കര OCD വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള സാനിറ്റൈസറൊക്കെ വെച്ചിട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരാളാണ്. സോ അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ നിന്നൊരു കോൾ എക്സ്പെക്റ്റ് ഈ പുള്ളിക്കാരനും ചെയ്യാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ വളരെ നല്ലതാണ്. കുറേ പേരുടെ കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. രോഹിത്തൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് വീട് മൊത്തം സാനിറ്റൈസർ കൊടുത്ത് ബിഗ് ബോസ് മുടിയൂ എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം, വിളിക്കാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. രോഹിത്തിന്റെ കേസ് പറയുമ്പോൾ ചിലപ്പോൾ രോഹിത്തിനെയും വൈഫിനെയും കൂടി ആയിരിക്കാം വിളിക്കുന്നത്. നിങ്ങൾ ആ പേര് കമൻറ്റ് ചെയ്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അടുത്ത 9ാമത്തെ പേര് ഞാൻ പറയുന്നത് ഒരു ആക്ട്രസിൻ്റെ പേരാണ്. നിങ്ങൾ പറഞ്ഞ പേര് രേഖ രതീഷ്. ഇതാണ് ആള്. നിങ്ങൾക്ക് വളരെ സുപരിചിതയായിട്ട് അറിയാമായിരിക്കും. ഒട്ടനവധി ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് ബിഗ് ബോസിൽ വരാൻ വേണ്ടിയിട്ട്. ആക്ട്രസ് ആണ്. മലയാളത്തിലും തമിഴിലും സീരിയൽസിലും സിനിമാസിലും ഒത്തിരി വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. നമുക്കറിയാം നമ്മുടെ പരസ്പരം സീരിയലിലെ പത്മാവതി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്ത് ഭയങ്കര ഹിറ്റായിട്ട് മാറിയ ഒരു താരമാണ് കേരളത്തിൽ. അതോടൊപ്പം തന്നെ മഞ്ഞൾ വിരിഞ്ഞ പൂവ്, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എപ്പിസോഡുകളുള്ള 2 മലയാളം സീരിയൽസിൽ 2ലും ഫുൾ റോൾ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്ന ഒരു ആക്ട്രസ് കൂടിയാണ് ഈ പറയുന്ന രേഖ രതീഷ്. സോ വിളിക്കാനായിട്ടുള്ള സാധ്യതകൾ ഒത്തിരിയാണ്. പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഈ പറഞ്ഞ പേരിനും സാധ്യതകൾ ഉണ്ട്. അടുത്ത 10ാമത്തെ പേര് ഒരു ആക്ട്രസിൻ്റെ പേര് തന്നെയാണ്, ഒരു ആർട്ടിസ്റ്റാണ്. പേര് ഷാലു കുര്യൻ. ഇതാണ് ആള്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഭയങ്കര സുപരിചിതയായിരിക്കും. ഈ പറയുന്ന ഷാലു കുര്യൻ്റെ കേസ് പറയുമ്പോൾ ചന്ദനമഴ എന്ന് പറയുന്ന ഒരു സീരിയലാണ് പെട്ടെന്ന് എല്ലാവർക്കും ഓർമ്മ വരുന്നത്. ചന്ദനമഴയിലെ വർഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്ത ഒരു മലയാളികളും ഇല്ല. കാരണം അത്രയധികം ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ക്യാരക്ടറായിരുന്നു ചന്ദനമഴയിലെ വർഷയുടേത്. ഞാനും കാണുന്ന ഒരു സീരിയലായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഷാലു കുര്യനെയും ബിഗ് ബോസ് വിളിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. കഴിഞ്ഞ വർഷം ബിഗ് ബോസ് വിളിച്ചതായിട്ടാണ് എനിക്ക് അറിയാൻ പറ്റിയത്. സോ ഈ ഒരു പേരിനും വളരെയധികം സാധ്യതകൾ കാണുന്നുണ്ട് ബിഗ് ബോസ് വിളിക്കാൻ. 11ാമത്തെ പേര് കഴിഞ്ഞ വർഷം ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ടായിരുന്ന ഒരാളാണ്, ആർട്ടിസ്റ്റാണ്. അതുപോലെ തന്നെ കളരിപ്പയറ്റ് ട്രെയിനർ ഒക്കെ ആയിട്ടുള്ള ആതിര. ഇതാണ് ആള്. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും സുപരിചിതയാണ് എന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞ തവണ ബിഗ് ബോസ് വിളിച്ച ഒരാളാണ് കേട്ടോ. ആതിരയെ കുറിച്ച് പറയുമ്പോൾ ആതിര ഒരു ആർട്ടിസ്റ്റാണ്. ഈ പറയുന്ന പോലെ മലയാളത്തിലും തമിഴിലും ഒക്കെ മൂവീസിൽ ആക്ട് ചെയ്യുന്ന ആളാണ്. കളരിപ്പയറ്റിൻ്റെ ട്രെയിനറാണ്. ഇപ്പോൾ ഒരു 3-4 ഇയേഴ്സ് ആയിട്ട് ഒരു ഡാൻസറാണ്. മോഡലിംഗ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉള്ള ആളാണ്. ലോങ്സ്റ്റ് ഡ്യൂറേഷൻ ടു പെർഫോം കളരിപ്പയറ്റ് ബൈ ഫീമെയിൽ യൂസിങ് ഡിഫറെൻറ്റ് വെപ്പൺസ്. മീൻസ് ഏറ്റവും കൂടുതൽ സമയം പല പല ആയുധങ്ങൾ ഉപയോഗിച്ച് കളരിപ്പയറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺ എന്നുള്ള ലെവലിലെ എന്താ പറയുക ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അടിച്ച ആളാണ് ഈ പറയുന്ന ആതിര. കഴിഞ്ഞ വർഷം ബിഗ് ബോസ് വിളിച്ചതാണ്. ബിഗ് ബോസിന്റെ പ്രൊമോയിലൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു കളരിപ്പയറ്റുകാരി. അപ്പോൾ ഇത്തവണ അതുപോലെ ഒരു കളരിപ്പയറ്റുകാരിയെ ബിഗ് ബോസ് വീണ്ടും വിളിക്കുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ അറിയണം. എന്തായാലും ആതിരയ്ക്കും ചാൻസസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ പറയുന്ന പേരാണ് കേട്ടോ. ഇതിനകത്ത് ഒരെണ്ണം പോലും എൻ്റെ പേരുകളില്ല. കാരണം ഇതെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുള്ള പേരുകളാണ്. അടുത്ത്
12ാമത്തെ പേര് മറ്റൊരു ആക്ട്രസും മോഡലും ആയിട്ടുള്ള ഒരാളുടെ പേരാണ് മെറീന മൈക്കൽ കുരിശിങ്കൽ. ഇതാണ് ആള്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. മെറീനയെ കുറിച്ച് പറയുമ്പോൾ വളരെ നല്ലൊരു ആക്ട്രസ് ആണ്, ഒരു മോഡലാണ്. ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിലെ പ്രസൻസ് ഒക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ വർഷം ബിഗ് ബോസ് വിളിച്ചതായിട്ടാണ് എനിക്ക് അറിയാൻ പറ്റിയത്. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് സെലക്ട് ആയിട്ടില്ല എന്നും കേൾക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയില്ല. എന്തായാലും ഇത്തവണയും ബിഗ് ബോസ് വിളിക്കും എന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഈ പ്രതീക്ഷണം വളരെ നല്ലതാണ്. അടുത്ത് 13ാമത്തെ പേര് ആക്ട്രസും കൊമേഡിയൻ ആക്ട്രസുമായിട്ടുള്ള ഒരാളാണ് നിഷ സാരംഗ് എന്നാണ് പേര്. നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇതാണ് ആള്. നിഷ സാരംഗിനെ കുറിച്ച് പറയുമ്പോൾ കൂടുതലൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. ഉപ്പും മുളകും എന്ന് പറയുന്ന ഫ്ലവേഴ്സ് TV-യിലെ പ്രോഗ്രാമിലെ നീലു ആയിട്ട് എല്ലാവർക്കും ഭയങ്കര സുപരിചിതമായിട്ടുള്ള ആളാണ്. ഈ പറയുന്ന പോലെ മൂവീസ് സീരിയൽസിലൊക്കെ ഒത്തിരി വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ആക്ട്രസ് കൂടിയാണ്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് കൂടിയായിട്ട് ഈ പറയുന്ന നീലു, അല്ലെങ്കിൽ നീലു എന്ന് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത്, നിഷ സാരംഗ്. അടുത്ത് ബിഗ് ബോസ് വിളിക്കാനായിട്ടുള്ള ഒരു സാധ്യത നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. ദെൻ 14ാമത്തെ പേര് ഞാൻ പറയുന്നത് ഒരു ട്രാൻസ്വുമന്റെ പേരാണ്, സീമ വിനീത്. ഇതാണ് സീമ വിനീത്. സീമ വിനീതിനെ ചുറ്റിപ്പറ്റി ഒത്തിരി ഈ പറയുന്ന പോലെ കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ നിലവിലും ഉണ്ട്, മുൻപും ഉണ്ടായിരുന്നു. സീമ വിനീത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, ഇൻഫ്ലുവൻസർ ആണ്. അതുപോലൊപ്പം തന്നെ കേരള സ്റ്റേറ്റ് ഗവൺമെന്റ്സിന്റെ ബെസ്റ്റ് ഓണ്ടർപ്രണർക്കുള്ള അവാർഡും ഈ പറയുന്ന സീമയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. സീമ വിനീതിനും ഈ പറയുന്ന പോലെ ബിഗ് ബോസിൽ നിന്നും ഇത്തവണ ഒരു കോൾ പോകാനായിട്ടുള്ള ഒരു സാധ്യത നിങ്ങൾ പറഞ്ഞതുപോലെ ഞാനും കാണുന്നുണ്ട്. അടുത്ത 15ാമത്തെ പേര് ഞാൻ വളരെ റയർ ആയിട്ട് കണ്ടൊരു പേരാണ്. എന്നിരുന്നാലും ചാൻസസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആക്ടറും ആങ്കറും ആയിട്ടുള്ള അനീഷ് രവി. ഇതാണ് അനീഷ് രവി. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരു കാലത്തെ ചോക്ലേറ്റ് ഹീറോ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം മലയാളം കോമഡി പ്രോഗ്രാംസിലായിക്കോട്ടെ അല്ലെങ്കിൽ റിയാലിറ്റി ഷോസിലായിക്കോട്ടെ ഒത്തിരി ആങ്കറിങ് പരിപാടികളും അല്ലെങ്കിൽ ആക്ടറായിട്ട് ഒത്തിരി സൂപ്പർ, എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടമുള്ള ഒരു ആക്ടർ കൂടിയാണ് ഈ പറയുന്ന അനീഷ് രവി. പക്ഷേ ഇപ്പം അധികം അങ്ങനെ കാണുന്നില്ല. നമുക്കറിയാം കാര്യം നിസ്സാരം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പണ്ട് കൈരളിയിൽ. അതിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് ആണ് ഈ പറയുന്ന അനീഷ് രവി. ദെൻ അലിയൻസിൽ ഇപ്പം നിലവിലുണ്ടെന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അനീഷ് രവിക്കും ബിഗ് ബോസിൽ നിന്നൊരു കോൾ പോകാനുള്ള ഒരു സാധ്യത കാണുന്നത് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. കാരണം ഇപ്പം അധികം വർക്കുകളിലൊന്നും അങ്ങനെ കാണുന്നില്ല. ബിഗ് ബോസിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെയധികം ഉപകാരമാകും എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ മാത്രം തോന്നലാണ്. അപ്പം ഈ 15 പേരുകളാണ് നിങ്ങൾ ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി. ഒത്തിരി പേരുകൾ ഇനിയും ഉണ്ട് കേട്ടോ, പക്ഷെ അതൊക്കെ ചാൻസസ് കുറവുള്ള പേരുകളും ഉണ്ട്. അതോടൊപ്പം തന്നെ കുറേ പേരുകൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള പേരുകളുണ്ട്, അല്ലെങ്കിൽ ഒരാൾ 2 ആൾ മാത്രം കമന്റ് ചെയ്തിട്ടുള്ള പേരുകളാണ്. അതുകൊണ്ടാണ് ഞാൻ കുറേ പേരുകൾ ഇതിൽ നിന്നും മുറിച്ച് മാറ്റിയത്. എന്നിരുന്നാലും മോസ്റ്റ് ഓഫ് ദ കമന്റ്സ് വന്നിട്ടുള്ള പേരുകളാണിത്. ഞാൻ ഈ പറഞ്ഞ ഈ 15 പേരുകൾ പ്രഡിക്ഷൻ ലിസ്റ്റ്, നിങ്ങളുടെ പ്രഡിക്ഷൻ ലിസ്റ്റാണ്. എൻ്റെ മൂൺലൈറ്റ് മീഡിയയിലെ പ്രേക്ഷകരായ നിങ്ങളുടെ പ്രഡിക്ഷൻ ലിസ്റ്റാണ് ഇപ്പം ഞാൻ ഇവിടെ കാണിച്ചത്. ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഓരോ മേഖലകളിൽ നിന്നും ആളുകളെ ഇങ്ങനെ തെരഞ്ഞ് നമ്മൾ വളരെയധികം ചാൻസസ് ഉള്ള ആൾക്കാരെ പ്രഡിക്റ്റ് ചെയ്ത് പറയുക, അതിൽ നിന്നും കുറച്ച് പേരെ വിളിക്കുക, കുറച്ച് പേര് സീസണിലേക്ക് എത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. പക്ഷെ അത് നിങ്ങൾ പ്രേക്ഷകർ വളരെയധികം സൂപ്പറായിട്ട് കൈകാര്യം ചെയ്തു. നിങ്ങളുടെ ഒപ്പീനിയൻസ് എൻ്റെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു. അതുകൊണ്ട് എന്താ പറയുക, അങ്ങനെ എനിക്ക് തയ്യാറാക്കാൻ പറ്റി. അപ്പോൾ ഇത് നിങ്ങളുടെ പ്രഡിക്ഷൻ ലിസ്റ്റാണ്. നമുക്ക് പ്രഡിക്ഷൻ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായി. എൻ്റെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് വരുന്നുണ്ട്. ഒരു 10 ഡേയ്സിനുള്ളിൽ പ്രഡിക്ഷൻ ലിസ്റ്റ് വരുന്നുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങളായിട്ട് തിരക്കിലായിപ്പോയി. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കഴിഞ്ഞ വർഷം നമ്മൾ ഇട്ടിരുന്ന പ്രഡിക്ഷൻ ലിസ്റ്റിൽ നിന്ന് ഒത്തിരി പേര് സീസണിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ കഴിഞ്ഞ വർഷം കണ്ടവർക്കറിയാം. അപ്പോൾ ഇത്തവണയും അതുപോലെ തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ തിരക്കിലാണ് ഞാനും. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വൺസ് അഗെയിൻ ഹാപ്പി വിഷു ടു ഓൾ ഓഫ് മൈ വ്യൂവേഴ്സ്, സപ്പോർട്ടേഴ്സ്, ഹേറ്റേഴ്സ്. അപ്പോൾ എന്താ പറയുക, ഒരു അടിപൊളി വിഷു ആയിരിക്കട്ടെ. അടിച്ച് പൊളിച്ച് ഭയങ്കര സന്തോഷമായിട്ട് എൻജോയ് ചെയ്ത് ഫാമിലി ആയിട്ട് വൈബായിട്ടിരുന്ന് അടുത്ത് നമ്മളെ ബിഗ് ബോസിന് വേണ്ടി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു അടിപൊളി വിഷു ആവട്ടെ എന്ന് എനിക്ക് മറ്റൊന്നും പറയാനായിട്ടില്ല. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം, അപ്ഡേറ്റ് ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.